പറ്റണം. ശരീരത്തിലെ ഉള്ള ബ്ലഡ് ഒരാളൊരു 60-70 വർഷം ജീവിക്കണം എന്ന് വിചാരിക്കുക. 60-70 വർഷം ജീവിക്കണം ഒരാൾക്ക്. അത്ര കാലം ജീവിക്കണമെങ്കിൽ ഏകദേശം 10,000 ടാങ്കർ ലോറി നിറയെ ബ്ലഡ് വേണ്ടിയിരുന്നാണ്. 10,000 ടാങ്കർ ലോറി നിറയെ ബ്ലഡ് എത്ര കൊണ്ടെന്ന് ശരീരത്തിൽ ഇങ്ങനെ പമ്പ് ചെയ്യേണ്ടി വരും. നമ്മൾ വല്ല റിസ്ക് പറയുന്നുണ്ടോ? രാവിലെ ഞങ്ങളെല്ലാവരും ബ്ലഡ് കയറ്റിയിട്ട് പരിപാടി തുടങ്ങണേ ആണോ? നമ്മൾ പലതും അടിക്കണേ. രാവിലെ അപ്പടിച്ച് അത് കഴിഞ്ഞിട്ട് പൊറാട്ടടിച്ച് അങ്ങനെ സാധനം അങ്ങനെ ഇട്ടാണ് കൊണ്ടേറ്റ് അങ്ങനെ മില്ലിൽ കൊണ്ടിടുന്ന അതിങ്ങനെ ചെല്ലുമ്പോൾ തന്നെ സ്വീകരിച്ച് റെഡിയാക്കിയിട്ട് അങ്ങനെ ക്ലിയർ ചെയ്ത് ശരീരത്തിക്ക് വേണ്ടതൊക്കെ ചെയ്യാണ്. പക്ഷെ നെഞ്ചത്ത് കൈവച്ച് സുബഹിന് ഫാത്തിഹ ഓതുമ്പോൾ അത് ഓർമ്മ വരുന്നില്ല. പടച്ചോൻ ആ സിസ്റ്റം എടുത്തു കളഞ്ഞു. നിനക്കുള്ള ബ്ലഡിന് കുപ്പി വഴി കയറ്റിക്കോട്ടെ എന്ന് തീരുമാനിച്ച് അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് മെസ്സേജ് വരും, 70 കുപ്പി ബ്ലഡ് വേണം ഫാസ്റ്റ്. എന്നിട്ട് എല്ലാവരും ബേജാറായി ഫോൺ ചെയ്യാണ്. നമ്മൾ മരണത്തിന് മുമ്പിൽ കിടക്കുകയാണ്. അപ്പോ അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നോക്കൂ നിങ്ങൾ, ഇത് ഹേർട്ടിന്റെ മിടിപ്പാണ്. ഹേർട്ടിന്റെ മിടിപ്പാണ്. ഈ മിടിപ്പ് നിൽക്കുന്നതോടുകൂടെ യഥാർത്ഥത്തിൽ മനുഷ്യൻ അവസാനിച്ചു. ഈ മിടിപ്പാണ് മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ കാരണം. ഈ മിടിപ്പാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ ബ്ലഡ് എത്തിക്കുന്ന ഘടകം. ഈ മിടിപ്പാണ് മനുഷ്യ ജീവൻ എന്ന യഥാർത്ഥത്തിൽ നമുക്കൊരർത്ഥത്തിൽ പറയാവുന്ന കാര്യം. അതങ്ങനെ ആര് പറഞ്ഞിട്ടാ മിടിക്കണേ? നിങ്ങൾ ആരെങ്കിലും രാവിലെ സ്വിച്ച് ഇടലുണ്ടോ? ഹേർട്ടിന്റെ ഫംഗ്ഷൻ വർക്കൗട്ട് ചെയ്യാനുള്ള ഉണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ. പടച്ചോൻ അവിശ്വാസിക്കും വിശ്വാസിക്കും നിരീശ്വരവാദിക്കും നരേന്ദ്രമോദിക്കും സച്ചിൻ ടെണ്ടുൽക്കറിനും ഒബാമക്കും കേജ്രിവാളിനും ഇവിടുത്തെ വെറും സാധാരണക്കാർക്കും വൃദ്ധക്കും യുവാവിനും എല്ലാവർക്കും റബ്ബിന്റെ ഓർഡർ അനുസരിച്ച് അതങ്ങനെ മിടിച്ചോണ്ടിരിക്കുന്നു. ആ മിടിപ്പി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം അവസാനിക്കുന്നു. അതുകൊണ്ട് വൈൻ തഅതു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ എണ്ണം പുറപ്പെടുന്നില്ല. അത് എണ്ണിയാൽ തീരുന്നതല്ല, അത് എണ്ണിയാൽ ഒരിക്കലും തീരുന്നതല്ല. അതുകൊണ്ട് പരിമിതികൾക്കിടയിൽ നിന്ന് നമുക്ക് മതചിട്ടയോടുകൂടെ ജീവിക്കാൻ കഴിയണം. ഞാൻ ചെറിയൊരു ചിത്രം അവിടെ ഇട്ടിട്ടുണ്ട്. കയ്യും കാലൊന്നുമില്ലാത്തൊരു കുട്ടി, അവൻ നിസ്കരിക്കണം കണ്ടെങ്കിൽ കാലൊന്നുമില്ല, അവന് ഊരയുടെ ഭാഗം മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ആ പരിമിതിയിൽ നിന്നുണ്ടോ നിസ്കരിക്കുക? നമുക്ക് കയ്യും കാലും ഊരൊക്കെ ഉണ്ട്. രാവിലെ നിർബന്ധിച്ച് വിളിക്കാൻ ഉമ്മണ്ട് ഉപ്പുണ്ട്. എന്നാലും നമ്മൾ ആ പായിന്നൊന്നും പൊന്തി കിട്ടണമെങ്കിൽ, ആ ബെഡിൽ നിന്നൊന്ന് പൊന്തി കിട്ടണമെങ്കിൽ എത്ര കഷ്ടപ്പാടാണ് നിങ്ങളൊന്ന് ആലോചിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നമുക്ക് നമ്മെ വിമർശിക്കാനും സ്വയം ചോദിക്കാനും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. നമുക്ക് സ്വയം ചോദിക്കാനും തിരുത്താനുള്ള ദിവസമാണ്. നോക്കി നിങ്ങള്, ഞാൻ വേറൊരു വീഡിയോ നിങ്ങളെ കാണിക്കണം. ഇത് ലോകപ്രസിദ്ധനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇദ്ദേഹത്തിന്റെ വളരെ വെറൈറ്റിയുള്ള 100 കണക്കിന് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. അദ്ദേഹം ബ്ലൈൻഡായ അന്ധനായ ഒരു കുട്ടിന്റെ അടുത്ത് ചെന്നിട്ട് ഇന്റർവ്യൂ നടത്തുകയാണ്. അപ്പൊ അവന്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യത്തിന് അവൻ കൊടുത്തൊരു ഉത്തരമുണ്ട്. നിങ്ങളെല്ലാവരും കേൾക്കണം. 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അവന്റെ അടുത്ത് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവന്റെ മറുപടി എന്താണെന്നറിയോ? ഞാൻ എന്റെ നമസ്കാരത്തിൽ ഒരിക്കൽ പോലും റബ്ബേ എനിക്കെന്റെ കാഴ്ചശക്തി നീ തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം കണ്ണിന്റെ ദോഷങ്ങൾ കൊണ്ട് എനിക്ക് സ്വർഗം നഷ്ടപ്പെടുകയില്ലല്ലോ, ഞാൻ നരകത്തിലെത്തുകയില്ലല്ലോ എന്നാണ്. കണ്ണുകൊണ്ട് വേണ്ടാത്തത് കണ്ട് എനിക്ക് നരകത്തിൽ പോകേണ്ടി വരികയില്ലല്ലോ എന്നാണ്. അപ്പൊ അവന്റെ ഒരു പരിമിതി അവനൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. നമ്മൾ എന്തെല്ലാം കാണുന്നു, പോൺ സൈറ്റുകൾ വീക്ഷിക്കുന്നവരുണ്ട് അല്ലെ? മനസ്സിൽ പല പെൺകുട്ടികളെയും മനസ്സിൽ പല ആൺകുട്ടികളെയും നനച്ചുകൊണ്ടും നിരൂപിച്ചുകൊണ്ടും വ്യത്യസ്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന പലരും ഉണ്ട്. എന്നിട്ട് അവനൊരു വാചകം കൂടി പറഞ്ഞു, അള്ളാഹു ഒരു വാതിൽ അടക്കുമ്പോ വേറൊരു വാതിൽ തുറക്കുമെന്ന് ഷെയ്ഖ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ബോധ്യമുണ്ട്. എനിക്ക് കണ്ണില്ലെങ്കിലും എനിക്ക് അള്ളാഹു വേറെ പല കഴിവും തന്നിട്ടുണ്ട്. അത് കേട്ട് കരയാണ്. ഇന്റർവ്യൂ എടുക്കുന്ന ആൾ കരയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മളെ കണ്ണിന്റെ കാഴ്ചശക്തി അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ കാലങ്ങോട്ട് മുറിഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അപകടം വന്നു, അല്ലെങ്കിൽ വീട്ടിൽ പരിമിതിയുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. എനിക്ക് അവന് പോകാൻ ബൈക്കുണ്ട്, സുബൈന് പോകാൻ, എനിക്ക് ബൈക്കൊന്നുമില്ലല്ലോ എന്നാണ്. നമുക്ക് നടന്നു പോകാൻ കഴിയണം. അവനെക്കാളും കുറച്ചുകൂടെ നേരത്തെ എണീക്കേണ്ടി വരും. അപ്പോ ഇത്തരം ചില തിരിച്ചറിവുകൾ യഥാർത്ഥത്തിൽ ഈ രംഗത്ത് നമ്മളൊക്കെ ആത്മാർത്ഥമായി നേടേണ്ടതുണ്ട്. ഇനി ഞാൻ വേറൊരു കുട്ടിനെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാണ്. അൽ ജസീറ ടിവിയുടെ ഇന്റർവ്യൂ നടത്തുന്ന ആളാണ്. മിഷാരി അൽ ഖറാസ് എന്ന ലോകപ്രസിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹം ഒരു കുട്ടിയെ ഷൂട്ട് ചെയ്യാണ്. അവന് കാലില്ല, അവന് വികലാംഗനാണ്, പക്ഷെ പള്ളിയിലാണ് കയറുന്നത്. അവന് കാലില്ല, അവൻ വികലാംഗനാണ്, അവൻ പള്ളിയിലേക്കാണ് കയറുന്നത്. വഴിയിൽ വെച്ച് വീഴുന്നു. അവൻ
ഊമയാണ്, സംസാരിക്കാനുള്ള ശേഷി അവനില്ല. അവൻ എണീക്കുന്ന രംഗൊക്കെ നാളെ സുബഹിന് പുതപ്പുന്ന് എണീക്കാൻ മടിണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ടാകണം. രണ്ട് കാലിൽ എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള തൗഫീഖ് പടച്ചോൻ തന്നിട്ട് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റി? ഇരുന്നാണ് നിസ്കാരം. അവന്റെ നമസ്കാരം ഇരുന്നിട്ടാണ്. അവൻ ഖുർആൻ ഓതാണ്. ആ ഖുർആനോത്തിന്റെ വോയിസ് നിങ്ങൾ കേൾക്കേണ്ടതാണ്. അവൻ ഓതാൻ കഴിയണില്ല. അവൻ ഓതാൻ കഴിയാത്ത ബദറിനായിട്ട് പോലും അവനൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കി ബോധപൂർവ്വം ഓതാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, ഖുർആൻ ചോദിച്ചിട്ടുണ്ട്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹു നിങ്ങളെ വെറുതെ പടച്ചതാണ് എന്ന്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന്? അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. എന്താ പ്രശ്നം? സെമിത്തേരിയിൽ കൊണ്ടുപോയി ക്രിസ്ത്യാനികൾ മണ്ണിട്ട് മൂടുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ അവിടെ തന്നെ അവസാനിക്കുമായിരുന്നെങ്കിൽ ഒരു പ്രശ്നമല്ല. പള്ളി അങ്കണത്തിൽ വീടിന്റെ ഗേറ്റും കടന്ന് ചുമലിലേറ്റിപ്പോകുന്ന മയ്യത്തും കട്ടിലിൽ നിന്ന് മയ്യത്ത് ഇറക്കി വെക്കുന്നതോടുകൂടെ ജീവിതം അവസാനിക്കുമായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും നമുക്കില്ല. അതല്ലെങ്കിൽ ചുട്ടു ചാമ്പലാക്കി ഒരു കുടത്തിലാക്കി അങ്ങ് വലിച്ചെറിഞ്ഞാൽ നദിയിലൊഴുക്കിയാൽ തീരുമായിരുന്നെങ്കിൽ ഒരു പ്രശ്നമല്ല. പക്ഷേ അവിടുന്ന് പുനർജനിക്കും.